Hi friends, welcome to class coaching. So, now we will basic civil and mechanical engineering in next section, next topics. That is, first is introduction to types of buildings as per NBC, that is National Building Codes. Then selection of site for the buildings. Then components of a residential building and their functions. Introduction to industrial buildings. This is the section. So, types of buildings, that is different types of buildings under, that is in the residential buildings under, then commercial buildings under, industrial buildings under, and different types of buildings under. Okay, so the National Building Code, that is NBC എന്ന് പറഞ്ഞാൽ National Building Code. Okay, so in National Building Code പ്രകാരം എന്താണ് നമ്മുടെ ബിൽഡിങ്സിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Okay, so the types of building as per NBC എന്ന് പറയുന്നത്, that is group A ഉണ്ട്, group B, group A തൊട്ട് group I വരെയുണ്ട്. Okay, so group A തൊട്ട് group I വരെയുണ്ട്. That is group A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is 9 groups ആണ് fully ഉള്ളത്. So group A എന്ന് പറയുന്നത് residential buildings ആണ് മെയിൻ ആയിട്ട് വരുന്നത്. Okay, so group A യിൽ വരുന്നത് residential buildings ആണ് വരുന്നത്. Then so residential buildings ൽ തന്നെ different classifications ഉണ്ട്. Okay, then next group B യിൽ വരുന്നത് educational buildings. Okay, so educational buildings. Then group C യിൽ വരുന്നത് institutional buildings ആണ്. Then അടുത്ത വരുന്ന group D, then അതിൽ വരുന്ന assembly buildings. Then group E യിൽ വരുന്നത് business buildings. Then group F യിൽ വരുന്നത് mercantile buildings. Then group G യിൽ വരുന്നത് industrial buildings. Then group H storage buildings. Group I എന്ന് പറയുന്നത് hazardous buildings. Okay, so അപ്പം ഇത്രയാണ് വേരിയസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഓരോ സെക്ഷൻസിലും എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആണ് ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, എഡ്യൂക്കേഷൻ ബിൽഡിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്, ദാറ്റ് ഈസ് ഗ്രൂപ്പ് എ, ദാറ്റ് ഈസ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ലിവിംഗ് ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ, സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്സിനാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ബിൽഡിങ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് വിത്ത് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ for normal residential purpose with or without cooking or dining or both the facilities except those under group C, subdivision of group A are. So ഇതിൽ തന്നെ വേറെ സബ്ഡിവിഷൻ ഉണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താണ്? That is buildings which are provided with a sleeping accommodation. Sleeping accommodation പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്സ്, അതിനെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിൽഡിങ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് വിത്ത് sleeping accommodation for normal residential purpose. Okay, for normal residential purpose. Okay, then with or without cooking or dining. Okay, cooking or dining or both facilities. Okay, so അപ്പം cooking facilities ഉണ്ടാവാം, cooking and dining facilities ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, സോ അപ്പം സ്ലീപ്പിംഗ് അക്കോമഡേഷൻ കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then except those under group C. Group C എന്ന് പറയുന്നത് എന്താണ്? That is group C എന്ന് പറയുന്നത്, ഓക്കെ, ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് സിയിൽ വരുന്നത്. സോ ഗ്രൂപ്പ് സിയിൽ വരുന്ന ബിൽഡിങ്സ് ദോസ് എക്സെപ്റ്റ് ദോസ് അണ്ടർ ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് സിയിൽ വരുന്ന ബിൽഡിങ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് ഒന്നും ഈ ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് എയിൽ വരുന്നില്ല. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, then subdivision of group A. ഈ ഗ്രൂപ്പ് എയുടെ തന്നെ ഡിഫറെൻറ്റ് സബ്ഡിവിഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് സബ് ഗ്രൂപ്പ് A1, ദാറ്റ് ഈസ് ലോഡ്ജിങ് ഓർ റൂമിംഗ് ഹൗസസ്. ഓക്കെ, സോ സബ് ഗ്രൂപ്പ് A1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് വരും? ദാറ്റ് ഈസ് ലോഡ്ജിങ് ഓർ റൂമിംഗ് ഹൗസസ് ഒക്കെയാണ് സബ് ഗ്രൂപ്പ് A1 വരുന്നത്. ദെൻ അടുത്തത് ഗ്രൂപ്പ് A2 എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ 1 or 2 ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് ആണ് അവിടെ വരുന്നത്. ദെൻ അതിൽ എന്തൊക്കെ വരും? ഗ്രൂപ്പ് എയിൽ ദാറ്റ് ഈസ് 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഹൗസസ് വരും, ദെൻ സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് വരും, ദെൻ റോ ഹൗസസ്, ദെൻ അപ്പാർട്ട്മെന്റ് ഓർ ഫ്ലാറ്റ്സ്, ദെൻ ഡ്യൂപ്ലക്സ് ടൈപ്പ് അപ്പാർട്ട്മെന്റ്സ്, ദെൻ സ്കൈ സ്ക്രാപ്പേഴ്സ് വരും. ഓക്കെ, സോ ഗ്രൂപ്പ് 2 എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ് ആണ് വരുന്നത്. സോ ഡിറ്റാച്ച്ഡ് ഹൗസസ്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ്, റോ ഹൗസസ്,
then apartment or flats, then duplex type apartments and skyscrapers. Okay, then ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് A3 എന്ന് പറയുന്നത് അതിൽ വരുന്നത് ഡോർമെട്രീസ് ആണ് വരുന്നത്. ഓക്കെ, സബ് ഗ്രൂപ്പ് A3 എന്ന് പറയുന്നത് അതിൽ ഡോർമെട്രീസ് വരും. ദെൻ സബ് ഗ്രൂപ്പ് A4 എന്ന് പറഞ്ഞാൽ അതിൽ അപ്പാർട്ട്മെന്റ് ഹൗസസ് വരും. അപ്പാർട്ട്മെന്റ് ഹൗസസ്, ഫ്ലാറ്റ്, അതൊക്കെയാണ് വരുന്നത്. ദെൻ സബ് ഗ്രൂപ്പ് A5 വരുന്ന എന്താണ്, ഹോട്ടൽസ് ആണ് വരുന്നത്. ഓക്കെ, then so the subgroup A1 that is lodging or rooming houses. Okay, so നമ്മൾ ഇവിടെ പറഞ്ഞ subgroup A1 lodging or rooming houses. So that is any building or a group of building under the same management in which separate sleeping accommodation for a total not more than 50 persons on either transient or permanent basis with or without a dining facilities. Okay, so any building or a group of building under the same management in which separate sleeping accommodation for a total of not more than 50 persons on either transient or permanent basis with or without dining facilities. Okay, ഇവിടെ വരുന്ന എന്താണ്, സബ് ഗ്രൂപ്പ് A1 അല്ലെങ്കിൽ ലോഡ്ജിങ് ഓർ റൂമിംഗ് ഹൗസസിൽ വരുന്ന എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് സെപ്പറേറ്റ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് 15 പേഴ്സൺസിനെ, നോട്ട് മോർ ദാൻ 15%, ദാറ്റ് ഈസ് അബൌട്ട് 15 പേഴ്സൺസിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് സബ് ഗ്രൂപ്പ് A1 എന്ന് പറയുന്നത്. ഓക്കെ, then next subgroup A2 എന്ന് പറയുന്നത് എന്താണ്, that is 1 or 2 family private dwellings ആണ്. 1 or 2 family private dwellings. Okay, so അതിൽ any private dwellings which is occupied by members of a single family and has a total sleeping accommodation for not more than 20 persons. Okay, so any private dwellings which is occupied by members of single family and has a total sleeping accommodation not more than 20 persons. Okay, ഒരു സിംഗിൾ ഫാമിലിനെ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൂ. ദാറ്റ് ഈസ് എനി പ്രൈവറ്റ് ഡ്വെല്ലിംഗ് വിച്ച് ഈസ് ഒക്കുപ്പൈഡ് ബൈ എ മെമ്പർ ഓഫ് എ സിംഗിൾ ഫാമിലി ആൻഡ് ഹാസ് എ ടോട്ടൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ. ടോട്ടൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എബൌട്ട് നോട്ട് മോർ ദാൻ 20%. 20%ന് കൂടുതൽ ആവാൻ പാടില്ലാത്ത രീതിയിൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻസ് കൊടുക്കാൻ പാകത്തിനുള്ള സെക്ഷൻസിനെ ആയിരിക്കും സബ് ഗ്രൂപ്പ് A2 ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, if rented to outsiders it should be for accommodating not more than 3%. ഓക്കെ, ഔട്ട്സൈഡേഴ്സിന് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 3%ന് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയാണ് സബ് ഗ്രൂപ്പ് A2 പറയുന്നത്. ഓക്കെ.